തനിക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കായംകുളത്തെ LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ യു പ്രതിഭ വിതുമ്പിക്കൊണ്ടാണ് പ്രതിഭ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. തന്നെയും കുടുംബത്തെയും വ്യക്തിപരമായി അപമാനിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്നാണ് നീചശക്തികൾ കരുതുന്നതെന്ന് അവർ പറഞ്ഞു. അങ്ങേയറ്റം വേദനാജനകവും ഞെട്ടിപ്പിക്കുന്നതുമാണ് ലീഗ് നേതാവിന്റെ പരാമർശം. ഒരു സ്ത്രീയെക്കുറിച്ചും ഇതുപോലെ സംസാരിക്കരുതെന്നും പറഞ്ഞു. പരാമർശത്തിനെതിരെ പരാതി നൽകുമെന്ന് LDF നേതാക്കളും പറഞ്ഞു. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് യു പ്രതിഭ തനിക്കെതിരെ മുസ്ലിം ലീഗ് നേതാവും മണ്ഡലം UDF ചെയർമാനുമായ A. ഇർഷാദ് നടത്തിയ പരാമർശത്തിൽ വിതുമ്പിക്കൊണ്ടാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. പഠിപ്പിച്ചും പറഞ്ഞുമാണ് ഇടതുപക്ഷ സ്ത്രീകളെ എപ്പോഴും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ജില്ലയിലാകെ നിറഞ്ഞെന്ന് പ്രവർത്തിക്കാനുള്ള അവസരം വളരെ ചെറിയ പ്രായത്തിൽ തന്നതാണ്. അന്നും ഇത്തരത്തിലുള്ള പരാമർശമൊന്നും ഒരാളും അനാവശ്യമായി പറഞ്ഞിട്ടില്ല. MLA ആയിരിക്കാൻ പറഞ്ഞിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചെയർമാനാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കേവലമായൊരു മാപ്പ് പറച്ചിലിൽ തീരില്ല. ഇതിൻ്റെ ഒരു കറ ഒരു കാലത്തും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഈ ഒരു കറ ഒരു കാലത്തും മാഞ്ഞു പോവുകയില്ല. എല്ലാ കാലത്തും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സ്ത്രീകൾക്ക് പാർട്ടിയും അവരുടെ കുടുംബം തന്നെയാണ്. അപ്പം അത് വ്യത്യസ്തമാണ്. ഇത് ഞങ്ങൾക്ക് പാർട്ടിയും കുടുംബമാണ്. പാർട്ടി സപ്പോർട്ടും കുടുംബ സപ്പോർട്ടും എല്ലാം ഒന്നിച്ച് ചേർത്ത് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന സ്ത്രീക്ക്. വ്യക്തിപരമായി ഞാൻ പറഞ്ഞു, ഇതും ഞാൻ വ്യക്തിപരമായി ഇതിനെ ഞാൻ എടുക്കുന്നില്ല. കാരണം ഇത്രയും സുസംഘടമായ സംഘടന കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഒറ്റ കാര്യത്തിൽ വിഷമം ഉണ്ടാക്കിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരാളുടെയും കുടുംബമല്ലല്ലോ, അവരുടെ കുടുംബമല്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും പറയും, ഇലക്ഷന് സഹതാപമോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, ഇലക്ഷൻ ഞങ്ങൾക്ക് രാഷ്ട്രീയം തന്നെയാണ്. ഇത്തരത്തിൽ കേരളത്തിൽ നല്ല ഒരിടത്തും അനാവശ്യമായി ഒരു സ്ത്രീയെയും അപമാനിച്ചുകൊണ്ട് 10 വോട്ട് കൂടുതൽ നേടാനായിട്ട് ദയവ് ചെയ്ത് ഒരാളും ശ്രമിക്കരുത്. തനിക്കെതിരെ ഉണ്ടായ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് യു പ്രതിഭ പറഞ്ഞു. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകുമെന്നും യു പ്രതിഭയും LDF നേതാക്കളും പറഞ്ഞു. പരാമർശം വ്യക്തിഹത്യയുടെ അങ്ങേയറ്റമാണ്. ഇടതുപക്ഷമടക്കം സ്ത്രീകളെ രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വരാനിരിക്കുന്ന പുതിയ തലമുറയ്ക്കൊക്കെ വിഷമം വരുത്തുമെന്നും പ്രതിഭ പറഞ്ഞു. സ്ത്രീകൾ ശക്തരാണെങ്കിലും അവരെ ഡീമോറലൈസ് ചെയ്യുക എന്നതാണ് ചില നീച ശക്തികളുടെ ലക്ഷ്യമെന്നും പ്രതിഭ പറഞ്ഞു. അപമാനിച്ചാൽ പിന്തിരിയുമെന്നാണ് ഇത്തരക്കാർ കരുതുന്നത്. എന്നാൽ അങ്ങനെയുണ്ടാവില്ല. കായംകുളം ഹൃദയത്തിലേറ്റിയവരാണ് തങ്ങൾ. കുടുംബത്തെയും വ്യക്തിപരമായുമൊക്കെ ആക്ഷേപിക്കുകയായിരുന്നുവെന്നും പ്രതിഭ പറഞ്ഞു. ലീഗ് നേതാവിൻ്റേത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും മാപ്പപേക്ഷിച്ച ഇക്കാര്യത്തിൽ രക്ഷപ്പെടാനാകില്ല എന്നും LDF നേതാക്കളും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ UDF നേതാവിൻ്റെ പരാമർശത്തിന് ശേഷം സ്ഥാനാർത്ഥി ഉൾപ്പെടെ UDFൻ്റെ പ്രമുഖരായ 1 ഡസനിലേറെ ആളുകൾ സംസാരിച്ചു. അവരാരും തന്നെ ഇദ്ദേഹം നടത്തിയ ഈ പരാമർശം സ്ത്രീവിരുദ്ധമാണെന്നും ഇത് പാടില്ലായിരുന്നുവെന്നും ഞങ്ങളതിനോട് ക്ഷമ ചോദിക്കുന്നുവെന്നും അവരാരും തന്നെ ആ കൺവെൻഷനിൽ പറഞ്ഞില്ല. UDFൻ്റെ കൺവെൻഷനിൽ നടത്താൻ പാടില്ലാത്ത ഒരു പരാമർശമാണ് ഇദ്ദേഹം നടത്തിയതെന്ന് അതിനുശേഷം പ്രസംഗിച്ച ഒരാൾ പോലും സംസാരിച്ചില്ല. ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാവും. ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിലുണ്ടാവും. ഈ നാട് മൊത്തം പ്രതിഷേധിക്കും. അതൊരു LDFൻ്റെ പ്രതിഷേധമല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെയും സ്ത്രീകളുടെയും പ്രതിഷേധം ഈ കാര്യത്തിൽ ഉയരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ LDF നേതാക്കളായ അഡ്വക്കേറ്റ് KH ബാബുജാൻ, A. ഷാജഹാൻ, B. അബിൻ ഷാ, N. ശ്രീകുമാർ, P. ഗാനകുമാർ, ജോസഫ് ജോൺ, സജു എടക്കാടോ, ലിയാഖത്ത് പറമ്പി, സക്കീർ മല്ലഞ്ചേരി, സലിം മുരുക്കുമൂട്, താജുദ്ദീൻ വള്ളൂത്തറ, സുബിൻ തോപ്പിൽ, ഷെരീഫ് പത്തിയൂർ എന്നിവരും പങ്കെടുത്തു. CDN ന്യൂസ്, കായംകുളം.